4ൽ 3 തവണയും അള്ളാഹുവിന്റെ റസൂലിന്റെ ആ പേര് കൊണ്ട് എന്താണ് അള്ളാഹു ലക്ഷ്യമാക്കുന്നത് എന്ന് അള്ളാഹു പറയുന്നത് കാണുവാൻ കഴിയും. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് എന്ന് പറയുന്നയാള് അള്ളാഹുവിന്റെ റസൂലാകുന്നു. അതിനപ്പുറമുള്ള വാഴ്ത്തൽ ഇനി എന്താണ് വേണ്ടത്? ആ പദത്തിന്റെ അർത്ഥം എന്താണ്? സ്തുതിക്കപ്പെടുന്ന ആള് എന്നാണ്. നമുക്കിടയിലും അങ്ങനെ പേരുള്ള ആളുകൾ ഉണ്ടാവും. എന്നാൽ അറബി ഭാഷയിലെ അതിന്റെ വസ്ന് പ്രകാരം, മുഫഅൽ എന്ന് പറയുന്ന വസ്ന് പ്രകാരം, മുഹമ്മദ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥത്തിൽ ആ സ്തുതിയുടെ ഗാംഭീര്യം, അതിന്റെ വലുപ്പം, അതിന്റെ വണ്ണം, അതിന്റെ നൈരന്തര്യം നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കലും അവസാനിക്കാതെ നിരന്തരമായി പ്രകീർത്തിക്കപ്പെടുന്നയാൾ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും മലക്കുകളും നമ്മളുടെ നബിയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, റസൂലുള്ളാഹിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാല് അതിന്റെ തുടക്കം എന്നാണ് സംഭവിച്ചത്? അല്ലാഹു എന്നാണ് മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കാൻ തുടങ്ങിയത്. മലക്കുകൾ എന്നാണ് ഹബീബായ റസൂലുള്ളാഹിയെ വാഴ്ത്തുവാൻ തുടങ്ങിയത്. നിരന്തരമായി അനവരതം ലോകത്ത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ആ പ്രക്രിയ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്ഥാപിക്കുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. ചില പണ്ഡിതന്മാര് പറയുന്ന കാര്യം, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഏറ്റവും മനോഹരമായി നബിയെ സ്തുതിച്ച വചനത്തിന്റെ ഭാഗം ഇതാണ് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ലാ ഇലാഹ, ഇലാഹില്ല, ആരാധ്യനായിട്ട് ഒരാളുമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ. അറബിയിൽ നമ്മൾ ഹസ്ർ എന്ന് പറയാറുണ്ടല്ലോ. അല്ലാഹുവല്ലാത്ത ഒരു ഇലാഹിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അല്ലാഹുവല്ലാത്ത ഒരു ഇലാഹ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് അങ്ങനെ പറയപ്പെടാൻ പോലും പാടില്ല എന്നുള്ള രൂപത്തിലുള്ള ഒരാശയം പറയുന്നത് പോലെ വമാ മുഹമ്മദുൻ, മുഹമ്മദ് എന്ന് പറയുന്ന ആ മഹാനായ വ്യക്തിത്വമല്ല, ഇല്ലാ റസൂൽ, റസൂലല്ലാതെയല്ല. അവിടുത്തെ ആ റിസാലത്തുണ്ടല്ലോ, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അത് ഈ ലോകം, ഈ പ്രപഞ്ചം പടക്കപ്പെടുന്നതിന് മുമ്പേ തുടങ്ങി. ഈ ലോകം അവസാനിച്ചാലും ഒരിക്കലും അവസാനിക്കാത്ത ഒരു മഹാസംഗതിയായി, ഒരു മഹാപ്രഭാവമായി തമ്പുരാനായ നാഥൻ നിലനിർത്തിയിരിക്കുകയാണ്. അതാണ് അല്ലാഹു തആല പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങൾ അറിയണേ, നിങ്ങളിൽ ഓരോരുത്തരിലും അല്ലാഹുവിന്റെ റസൂലുണ്ട്. നമ്മളുടെ ഖൽബിലുണ്ടാവണം, കണ്ണിലുണ്ടാവണം, കാതിലുണ്ടാവണം, ഹൃദയത്തിലുണ്ടാവണം, നമ്മളുടെ പ്രതീക്ഷകളിൽ ഉണ്ടാകണം, നമ്മളുടെ സ്വപ്നത്തിലുണ്ടാകണം. അല്ലാഹു തന്നെ മറ്റൊരിടത്ത് പറയുന്ന വാചകം നമ്മൾ കേൾക്കാറുണ്ടല്ലോ, വമാ കാനല്ലാഹു ലയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയേ, നിങ്ങൾ അവരിൽ ഉള്ളിടത്തോളം കാലം അല്ലാഹു തമ്പുരാൻ അവരെ ശിക്ഷിക്കുകയേ ഇല്ല. ഹബീബായ റസൂൽ എന്ന കമാലിയത്തിന്റെ പൂർണ്ണതയുടെ ഉന്നതി കൈവരിച്ച ഒരാളെ സംബന്ധിച്ചല്ലാതെ മറ്റാർക്കാണ് അല്ലാഹു തമ്പുരാൻ ഈ വലിയ സ്ഥാനം നൽകുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നൂർ എന്ന ആ ഒരൊറ്റ വാക്ക് മതി. വെളിച്ചം, പ്രകാശം, കലർപ്പില്ലാത്ത വെളിച്ചം. അല്ലാഹുവിനെ കുറിച്ച് തന്നെ നൂർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ നൂർ സേ നൂർ മിൽനെ ചലാ ഹേ, മുസ്തഫാ സേ ഖുദാ കഹ് രഹാ ഹേ, ये है मिअराज की रात प्यारे, ये है मिअराज की रात प्यारे, आपके चेहरे से पर्दा हटा दो, तेरे कुर्बान प्यारे മുഹമ്മദ്. ഹബീബായ നബിയെ, ഞങ്ങൾ ഞങ്ങളുടെ എല്ലാം അങ്ങേക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. സാധാരണ നമ്മൾ കേൾക്കുന്ന ഇത്തരം കവിതകളൊക്കെ വലിയ സൂഫികൾ എഴുതിയതാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിരചിതമായ പാട്ടുകളാണത്. ആ പാട്ടുകളിൽ, ആ ഗാനങ്ങളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖീഖത്തിനെ, യാഥാർത്ഥ്യത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയും. നൂർ സേ നൂർ മിൽനെ ചലാ ഹേ,
വെളിച്ചത്തെ കാണാൻ വേണ്ടി പോവുകയാണ്. ആ വെളിച്ചം മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെളിച്ചമാകുന്ന അല്ലാഹുവിനെ, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ നൂറാണ് അല്ലാഹു തആല, വെളിച്ചം നൽകിയ ആളാണ് അല്ലാഹു തആല. ഇനി നോക്കൂ നിങ്ങൾ, മസലു നൂരിഹി, ആ വെളിച്ചത്തിന്റെ ഉപമ എന്ന് പറയുന്നത്, ആ വെളിച്ചം ഏതാണ്? മസലു നൂരിഹി, അല്ലാഹുവിന്റെ വെളിച്ചമാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപമ എന്ന് പറഞ്ഞിട്ട് ആ ഉപമ അല്ലാഹു തആല ഇങ്ങനെ വിശദീകരിക്കുകയാണ്. കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ്. ഒടുവിൽ പറയുന്നു, അല്ലാഹു തമ്പുരാൻ തന്നെ അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറയുന്നു, നൂറുൻ അലാ നൂർ. മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളിച്ചത്തിനുമേൽ വെളിച്ചമാണ്. അതാണ് അന്ത നൂറും ഫൗഖ നൂരി, എല്ലാ വെളിച്ചത്തിന്റെയും മുകളിലാണ് അല്ലാഹുവിന്റെ റസൂലെ അങ്ങ്. അല്ലാഹു നബിയെ വർണ്ണിക്കുന്നു. നോക്കൂ നിങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ രണ്ടിടത്തായി പറയുന്ന കാര്യമാണ്, നിങ്ങൾ അല്ലാഹുവിന് മസലുകളെ ഉണ്ടാക്കരുത്, തുല്യമാകുന്നതിനെ അല്ലെങ്കിൽ ഉപമകളെ നിങ്ങൾ ഉണ്ടാക്കരുത്. എന്നിട്ട് അല്ലാഹു തആല ഒരിടത്ത് പറയാണ്, വലില്ലാഹിൽ മസലുൽ അഅ്ലാ, ഉന്നതമായ ഉപമ അല്ലാഹുവിനുണ്ട്. അത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? വ്യാഖ്യാതാക്കളിൽ ചിലർ പറയുന്ന കാര്യം, അല്ലാഹു എന്താണോ മനുഷ്യർക്കിടയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച വ്യവസ്ഥകൾ, നിയമങ്ങൾ, ഏത് വിശിഷ്ടമായ സ്വഭാവങ്ങളാണോ മനുഷ്യർക്കിടയിൽ ഉണ്ടാകേണ്ടത്, അതിനെല്ലാം ഒരു മനുഷ്യരൂപം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അൽ മസലുൽ അഅ്ലാ, അല്ലാഹുവിന്റെ ആ ഉന്നതമായ ഉപമ, അൽ മസൽ എന്ന് പറയുന്ന ഉന്നതമായ ഉത്തുംഗതയിലേക്ക് എത്തിയ പവിത്രമായ സ്ഥാനം നേടപ്പെട്ട ആ ആൾ ഹബീബായ നബിയുനാ വ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. जन्नत भी उन्हीं की है, कौसर भी उन्हीं की है, जन्नत भी उन्हीं की है, कौसर भी उन्हीं की है, सच पूछो तो अल्लाह की रहमत भी उन्हीं की है. ആ സ്വർഗം നബിയുടേതാണ്, ഹൗദുൽ കൗസർ നബിയുടേതാണ്. നിങ്ങൾ ചോദിച്ചു നോക്കൂ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുഴുവൻ കരുണയും സച്ച് പൂച്ചോ തോ അല്ലാഹ് കി റഹ്മത്ത് ബി ഉനി കി ഹേ, അല്ലാഹുവിന്റെ റഹ്മത്തും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ്. തുഷാഹെ ഖൂബാ, ലോകത്തുള്ള എല്ലാ സുന്ദരന്മാരുടെയും രാജാവാണ് നബിയെ അങ്ങ്. തുജാനെ ജാന യെ ചെഹര ഉമ്മുൽ കിതാബ് തേരാ, അങ്ങ് ഞങ്ങളുടെ ജീവന്റെ ജീവനാണ്, അങ്ങയുടെ മുഖം വിശുദ്ധമായ ഖുർആനിന്റെ സാരമാണ് നബിയേ. യെ ചെഹര ഉമ്മുൽ കിതാബ് തേരാ ന ബൻ സകീ ഹേ ന ബൻ സകേഗാ മിസാൽ തേരി ജവാബ് തേരാ. ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല അങ്ങേക്ക് തുല്യനായ ഒരാൾ. നോക്കണേ നിങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റസൂലുള്ളാഹിയെ കുറിച്ച് പറഞ്ഞത് റഊഫുൻ റഹീബുൻ എന്നൊക്കെയാണ്. ബിൽ മുഅ്മിനീന റഊഫുൻ, മുഅ്മിനീങ്ങളോട് മുഹമ്മദുർ റസൂൽ ദയയുള്ളയാളാണ്, അലിവുള്ളയാളാണ്. റഹീം, കരുണയുള്ളയാളാണ്. ഇത് അല്ലാഹുവിനെ കുറിച്ചും അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അപ്പൊ ആ കാരുണ്യത്തിന്റെ, റഹ്മത്തിന്റെ, റഅഫത്തിന്റെ എന്തെല്ലാം ആ തരത്തിലുള്ള മനോഹരമായ പദങ്ങളും സവിശേഷതകളും ഉണ്ടോ, അത് മുഴുവൻ അല്ലാഹു തന്റെ നബിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദയ ഉള്ള ആളെന്നല്ല, വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ. അങ്ങ് ദയ തന്നെയാണ്. ആ ദയ ഹബീബായ നബിയിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്, അവിടുത്തെ ശരീരത്തിലുണ്ട്. അത് പ്രപഞ്ചമാകുന്ന പ്രപഞ്ചം മുഴുവൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നബിയുടെ മാർദ്ദവം പൂവിനെ പോലെ,
അതൊക്കെ അള്ളാഹു തമ്പുരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ റഹ്മത്ത് കൂടിയാണ്. അവിടുത്തെ കൈകളുടെ മാർദ്ദവം സഹാബികൾ പറയുന്നുണ്ടല്ലോ, ഇത്ര മിനുസമേറിയ ഒരു പട്ടോ ഇത്ര മിനുസമുള്ള മനോഹരമായ ഒരു വസ്ത്രമോ ഞാൻ എന്റെ കൈ കൊണ്ട് തൊട്ടിട്ടേയില്ലെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. വൽബദരി ഫീ ശറഫി, ഹബീബിന്റെ ആദരവിൽ, അവിടുത്തെ അന്തസ്സിൽ, ഹബീബിന്റെ കുലീനതയിൽ, അവിടുത്തെ സത്യസന്ധതയിൽ, അവിടുന്ന് ബദറാണ്, പൂർണ്ണചന്ദ്രനാണ്. അത് പ്രകൃതിയാ തന്നെ അങ്ങനെയാണ്. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നല്ല പൗർണമി പുഞ്ചിരി തൂകുന്ന ഒരു രാവാണ്. മദീനയിൽ ഇരുന്ന് ഞങ്ങൾ, മരുഭൂമിയിലിരുന്ന് ഞങ്ങൾ, ചില ആളുകൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തുണ്ട് കുറച്ചപ്പുറത്ത് നിന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ദം മന്ദം കടന്നു വരുന്നു. ഞാൻ ആ ചന്ദ്രനിലേക്കും നോക്കി, നബിയുടെ മുഖത്തേക്കും നോക്കി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ആ ചന്ദ്രനേക്കാൾ പ്രഭയുണ്ട്, ആ ചന്ദ്രനേക്കാൾ പ്രകാശമുണ്ട് എന്റെ നബിക്ക്. മഹ്ശറാ മണ്ണിൽ നിൽക്കും നേരത്ത് കൈവേടിയല്ലേ യാ നബി, മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നോ രത്തോരാണെന്റെ വാരിധി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ജിബ്രീൽ എന്നവരോട് റസൂലുള്ളാഹി ഒരിക്കൽ ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ താങ്കൾക്ക് കരുണയാകുന്നത്? ജിബ്രീൽ മറുപടി പറഞ്ഞു, ഞാൻ അള്ളാഹു എന്നെ ഏൽപ്പിച്ച ദഅവത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഞാൻ ഒരിക്കലും വീഴ്ച വരുത്തിയിട്ടില്ല. എന്നാൽ അള്ളാഹു എന്നെ സ്വീകരിച്ചിട്ടുണ്ടോ, ഈ കാര്യം ഞാൻ അറിഞ്ഞത് അങ്ങേക്ക് അള്ളാഹു നൽകിയ വഹയിന്റെ ഒരു ഭാഗത്ത് കൂടിയാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ذي قوة عند ذي العرش مكين مطاع ثم أمين. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ ജിബ്രീൽ വിശ്വസ്തനാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാവരാലും അനുസരിക്കപ്പെടുന്നയാളാണ്. ഇതിലൂടെയാണ് ഞാൻ റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടയാളാണെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞത് എന്ന് മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. അല്ലാഹു തആല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ കാരുണ്യ പ്രവാഹത്തിന് മുഹമ്മദുർ റസൂലിൽ വല്ല തടസ്സവും ഉണ്ടാകുമോ, അവിടുത്തെ നോട്ടത്തിൽ എന്തെങ്കിലും കുറവുണ്ടാവുമോ, അത് ശ്രദ്ധിച്ച് ആ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ പരിപൂർണതയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്തിച്ച എത്രയോ സംഭവങ്ങൾ. കണ്ണ് രണ്ടും കാണാത്ത അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. കൂടെ കുറച്ച് ഖുറൈശി പ്രമുഖന്മാരുണ്ട്. അവര് ഇസ്ലാമിലേക്ക് വരണമെന്ന് റസൂൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കാൻ. ഈ മനുഷ്യന്മാർ ഇവിടെ ഉള്ളത് അന്ധത കാരണത്താൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം കാണുന്നില്ല. സലാം പറയുന്നു, അല്ലിംനി മിമ്മാ അല്ലമകല്ലാഹ്, അല്ലാഹ് അങ്ങേക്ക് പഠിപ്പിച്ചു തന്നത് എനിക്ക് പഠിപ്പിച്ചു തരൂ. ഫഅബസ, നബിക്ക് എന്തോ ഒരു വിമ്മിഷ്ടം, മുഖത്തത് പ്രകടമായി. വീണ്ടും അബ്ദുള്ളയത് പറഞ്ഞു. മൂന്നാമതും അബ്ദുള്ളയത് പറഞ്ഞപ്പോ ഹബീബായി നബിയുടെ മുഖത്ത് സദാ വിടരുന്ന പുഞ്ചിരി ഒരൽപ്പം ഇല്ലാതെയായി പോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിചരണം, ആ പരിശീലനം, ആ തെരഞ്ഞെടുപ്പ്, ആ ഇജ്തിബാ, ആ ഇഖ്തിയാർ അല്ലാഹു തമ്പുരാൻ നിർവഹിക്കുകയാണ്. അബസ വതവല്ലാ അൻജാഅഹുൽ അഅമാ. ആ കണ്ണിന് കാഴ്ചയില്ലാത്ത ആള് വന്നപ്പോ മുഖമൊന്ന് ചുളിച്ചുവല്ലേ, അവിടുന്ന് ഒന്ന് അവഗണിച്ചു കളഞ്ഞുവല്ലേ. ഒരു ഘട്ടത്തിൽ പാവപ്പെട്ട സുഹൈബും ബിലാലും അമ്മാറും ഖബ്ബാബും റളിയല്ലാഹു അൻഹുവും അവർ നബിയോടൊപ്പം ഇങ്ങനെ പള്ളിയിലിരിക്കുകയാണ്. ആ സമയത്താണ് അഖ്റഅ ഇബ്നുൽ ഹാബിസും അതോടൊപ്പം ഉയൈന എന്ന് പറയുന്ന ഗോത്ര നേതാവും നബിയെ കാണാൻ വേണ്ടി വരുന്നത്. ഇവർ വലിയ പ്രൗഢിയുള്ള ആളുകളാണ്.
ഈ പട്ടിണി പാവങ്ങളെ കണ്ടപ്പോ, ഈ അടിമകളെയും തൊഴിലാളികളെയും കണ്ടപ്പോ അവർ നബിയോട് പറയുകയാണ്, ഇവരൊക്കെ ഞങ്ങളുടെ അടിമകളും തൊഴിലാളികളുമായിരുന്നു. നിങ്ങൾക്ക് ഇവർക്ക് മറ്റൊരു സമയവും മറ്റൊരു സദസ്സും ഞങ്ങളെപ്പോലെയുള്ള പ്രമുഖർക്ക് മറ്റൊരു സദസ്സുമായാൽ അത് വളരെ നന്നാകുമല്ലോ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾക്കൊരു താല്പര്യം, അത് ഇവരോടുള്ള വിരോധം കൊണ്ടല്ല. ഇങ്ങനെ പേരും പെരുമയും ഒക്കെയുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് വരികയാണല്ലോ. ഇത് റസൂലുള്ളാഹി പറയേണ്ടി വന്നില്ല. ഹദീസിൽ കാണാം, ഇത് കേട്ടപാട് ഈ സ്വഹാബികൾ പള്ളിയുടെ ഒരു ഭാഗത്തേക്ക് പോയി തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. അള്ളാഹുവിന് വേണ്ടി ദിക്റുകളും മറ്റു ഇബാദത്തുകളിലുമായി ഈ പാവങ്ങൾ മുഴുകാൻ തുടങ്ങി. ആ സമയത്താണ് അള്ളാഹു ഖുർആനിലൂടെ ആയത്ത് അവതരിപ്പിക്കുന്നത്. വലാ തത്റുദിൽ ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി. ആ ആയത്തിന്റെ അവസാനം വരെ അള്ളാഹു പറയുന്ന കാര്യം, അങ്ങനെ അള്ളാഹനെ ആരാധിക്കുന്ന ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ അടിമകളായ യഥാർത്ഥ ആളുകളെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ അടുക്കൽ നിന്നാട്ടാൻ പാടില്ല. പിന്നീട് നേരത്തെ ഞാൻ പറഞ്ഞ അന്ധൻ വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ഈ പാവങ്ങളുണ്ടല്ലോ, ഇവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലെ നേതാക്കന്മാരായിരുന്നു. ആ കാരുണ്യം കിട്ടാത്തവരാരാ? ആ കാരുണ്യം അനുഭവിക്കാത്തവരാരാ? ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിരോധം വെച്ച ആളുകൾ, ഹബീബായ റസൂലുള്ളാഹിയോട് ഈർഷ്യ വെച്ച ആളുകൾ, നബിയെ കൊല്ലാൻ ഉദ്യമിച്ച ആളുകൾ. ഖുറൈശികൾ ഒരിക്കൽ വന്ന് നബിയോട് പറയാണ്, ഈ സഫാ പർവ്വതം സ്വർണമാക്കിയാൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം. അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരുതി. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, നബിയെ, അള്ളാഹു നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? സ്വർണമാക്കിയിട്ട് പിന്നെ എങ്ങാനും ഇവർ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു അവരുടെ മേൽ അദാബ് ഇറക്കുന്നതാണ്. അതല്ല, അങ്ങനെയൊന്നുമുള്ള അടയാളമില്ല എങ്കിൽ പിന്നെ അത് അങ്ങയുടെ തീരുമാനമാണ്. നബി തിരുമേനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ജിബ്രീലേ, എന്റെ ഈ ആളുകൾക്ക് റഹ്മത്തിന്റെ കവാടം മാത്രം മതി, തൗബയുടെ കവാടം മാത്രം മതി. അങ്ങനെയുള്ള ഒരടയാളം ഇവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതില്ല, അവർ നശിപ്പിക്കപ്പെടല്ലേ എന്ന് അള്ളാഹുവിനോട് പറയുകയാണ് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻപല്ല് പൊട്ടിച്ചവർക്ക് ഞാനതിന്റെ കഥകളിലേക്ക് പോകുന്നില്ല. ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്തിയ ആളുകൾക്ക്, അതിന് പിന്തുണ കൊടുത്ത ആളുകൾക്ക്, ഏറ്റവും കണ്ണ് നിറയേണ്ട നമ്മളുടെ മനസ്സിലൊക്കെ നമ്മൾ ഈ സുഖങ്ങൾ അനുഭവിക്കുമ്പോ, നമ്മൾ ഈ ആഹ്ലാദങ്ങൾ അനുഭവിക്കുമ്പോ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഖദീജ ബീവിയുടെയും അബൂ ത്വാലിബിന്റെയും വഫാത്തിന് ശേഷം ത്വായിഫിലേക്ക് പോയ ആ രംഗം നമ്മളുടെ മനസ്സിലൊന്നോർക്കണം. ആയിഷ ബീവിയുടെ മടിയിൽ ഒരിക്കൽ തലവെച്ച് കിടക്കുമ്പോഴാണ് ആ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, ഉഹദ് യുദ്ധത്തെക്കാൾ കഠിനമായ ഏതെങ്കിലും ഒരു സന്ദർഭം അങ്ങയുടെ ജീവിതത്തിൽ പ്രയാസമായിട്ട് അങ്ങ് ഓർക്കുന്നുണ്ടോ? അത് പറഞ്ഞു, ഉഹദൊന്നുമല്ല, അതിനേക്കാൾ വലുതുണ്ട്. എന്നിട്ട് ആ ത്വായിഫിലേക്ക് പോയ കാര്യം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. നടന്നിട്ടാണ് പോകുന്നത്. മക്കയിൽ തന്നെ സഹായിക്കാൻ ആരുമില്ല. ഖദീജ ബീവി വഫാത്തായിട്ടുണ്ട്, അബൂ ത്വാലിബും വിട പറഞ്ഞു പോയിട്ടുണ്ട്, തനിക്ക് സംരക്ഷണം നൽകാൻ ആരുമില്ല. എന്നാൽ ത്വായിഫിലേക്കൊന്നു പോയാലോ? ത്വായിഫിലേക്ക് കിലോമീറ്ററുകൾ നടന്നുപോയി. കൂടെ തന്റെ പ്രിയപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസയുമുണ്ട്. രണ്ടുപേരും കൂടെ പോയി ആളുകളുടെ വീടുകളിൽ കയറിയിറങ്ങാൻ. നേതാക്കള് പരിഹസിക്കുകയാണ്. റസൂലുള്ള കാര്യം പറയുന്നു, അവര് പരിഹസിക്കുന്നു. ഒരാള് പറഞ്ഞു, നിന്നെയാണോ അള്ളാഹു ദൂതനാക്കാൻ കണ്ടത്? മറ്റൊരാള് പറഞ്ഞു, നീയൊക്കെ ദൂതനാണ് എങ്കിൽ, റസൂലാണ് എങ്കിൽ പിന്നെ ഞങ്ങളുടെ സഹായം നിനക്കെന്തിനാണ്? ചില ആളുകൾ അടുപ്പിക്കുകയേ ചെയ്തില്ല. അപ്പോഴവരോട് റസൂൽ ഒരു കാര്യം പറഞ്ഞു, ഏതായാലും ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിച്ചില്ലേ, നിങ്ങൾ ഒരു സഹായം എനിക്ക് ചെയ്യണം. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞതും സഹായം ആവശ്യപ്പെട്ടതും നിങ്ങൾ ആരോടും പറയരുത്. 10 ദിവസക്കാലം റസൂൽ അവിടെ നടന്ന് ദിവസങ്ങൾ ഇങ്ങനെ കഴിയും തോറും ഇവർ അവിടെയുള്ള വിഡ്ഢികളോട്, ഭ്രാന്തന്മാരോട്, ബുദ്ധിശൂന്യരോട് നബിയെ കല്ലെറിയാൻ പറഞ്ഞു. റസൂലുള്ള ഓടുകയാണ്, ത്വായിഫിന്റെ മണ്ണിൽ നിന്ന് അവിടുന്ന് ഓടുകയാണ്, കല്ലെറിയുകയാണ്. എറിഞ്ഞിട്ട് റസൂലുള്ളാഹിയുടെ കാലിൽ നിന്ന് രക്തമൊഴുകുകയാണ്.
ആ രക്തമൊഴുകി വേദനിച്ചവിടുന്നിരിക്കുമ്പോ ഇവർ പിന്നാലെ വന്ന് നബിയെ എഴുന്നേൽപ്പിച്ച് വീണ്ടും ഓടിക്കുകയാണ്. സെയ്ദ് ഇബ്നു ഹാരിസയും പിന്നാലെയുണ്ട്. നബി തന്നെ ആ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓടി 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 അവസാനം ഞാനൊരു തോട്ടത്തിൽ കടന്നു. ആ തോട്ടത്തിൽ ഞാൻ ഉത്ബയെയും ശൈബയെയും കണ്ടു. അവർ എന്റെ ശത്രുക്കളാണെങ്കിലും എന്നെ കണ്ടപ്പോൾ അവർക്കും പാവം തോന്നി. അവർ ഒരു കൊട്ടയിൽ നിറയെ മുന്തിരി കൊണ്ടുവന്നു. ആ മുന്തിരി കൊടുത്തയച്ചത് അദ്ദാസ് എന്ന് പറയുന്ന അടിമയുടെ കയ്യിലായിരുന്നു. ആ അദ്ദാസ് ആ സമയത്ത് എന്നോട് സംസാരിച്ചു. ഒരല്പസമയം ഇങ്ങനെ സംസാരിച്ച് മുന്തിരി തിന്ന് ഒരല്പം വെള്ളം കുടിച്ച് എന്റെ മനസ്സാകെ പൊട്ടിപ്പോയി. ഞാനിനി എങ്ങനെ മക്കയിലേക്ക് പോകും? ഞാനിനി എങ്ങനെ തായിഫിലേക്ക് പോകും? ആരാണ് എന്നെ സഹായിക്കാനുള്ളത്? ഞാൻ ആ തോട്ടത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞാൻ ഓടി 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 എന്റെ മനസ്സിന്റെ നിയന്ത്രണമൊക്കെ വിട്ടുപോയി. ഹബീബായ റസൂലുള്ള പറയാൻ, ഓടി 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 ഞാൻ എന്റെ റബ്ബിനെ വിളിക്കുകയാണ്. ഒരു വലിയ മലയുടെ മുകളിലെത്തിയപ്പോ താഴോട്ടങ്ങ് വീണാലോ എന്ന് പോലും ഞാൻ ആലോചിച്ചു പോയി. എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എന്റെ കൈകൾ ഉയർത്തി, അല്ലാഹുവേ, ഞാനിതാ ബലഹീനനായിരിക്കുന്നു റബ്ബേ, ഇലൈക അശ്കൂ ളുഅഫ ഖുവ്വതി വഖില്ലത ഹീലതി. എന്റെ ഈ ദൗർബല്യം, എന്റെ ഈ പ്രയാസം ഞാനിതാ റബ്ബേ നിന്റെ മുമ്പിൽ പറയുന്നു. റബ്ബേ, എന്നെ നീ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അല്ലാഹുവേ, നീ എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് നീ ഉറപ്പുവരുത്തുകയാണോ? നീ എന്നെ സ്നേഹിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. നബിയുടെ വാക്കുകൾ അങ്ങ് ഒഴുകുകയാണ്. അതുകൊണ്ട് റബ്ബേ, നിന്റെ സഹായം എനിക്ക് വേണ്ട സന്ദർഭമാണിത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടു. അങ്ങയെ ആക്രമിച്ചവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ഉറപ്പാണ്. ഇതാ ഈ രണ്ട് മലകൾ ത്വായിഫുകാരുടെ മുകളിലേക്കങ്ങ് നശിപ്പിച്ച് അവരുടെ മുകളിലേക്കങ്ങ് വലിച്ചെറിഞ്ഞ് അവരെ നശിപ്പിക്കാൻ അള്ളാഹുവിന്റെ തീരുമാനമുണ്ട്. എന്താണ് നബിയെ അങ്ങയുടെ അഭിപ്രായം? അവിടെയാണ് കാരുണ്യം. പ്രതികാരമില്ല, ഒരാളോടും അനിഷ്ടമില്ല. അങ്ങനെ അവരെ ശിക്ഷിക്കേണ്ടതില്ല. നാളെ അവരിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ അതാണ് എനിക്ക് വേണ്ടത്. ഉഹദിലും ദുആ ചെയ്യുന്നത് അതാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുക്കളുടെ, കഠിനമായി നബിയോട് വിരോധം വെച്ച ആളുകളുടെ, അവരൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യം ഏറ്റവും നന്നായി അനുഭവിച്ച ആളുകൾ. നമ്മളത് അറിയണം, നമ്മളത് കേൾക്കണം, നമ്മളുടെ മനസ്സുകൾ നിറയണം. ഇതിനൊക്കെ അപ്പുറത്ത് നാളെ പരലോകത്തേക്ക് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ റസൂലിന്റെ ആ കാരുണ്യത്തിന്റെ പൂർണ്ണത ഒരാളും നമ്മെ സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ, നേരത്തെ അതൊക്കെ ഹൃദ്യമായി ഇവിടെ പറഞ്ഞല്ലോ. ഞാനൊരു വരി കൂടെ പാടിയിട്ട് ആ വാക്ക് അവിടെ അവസാനിപ്പിക്കുകയാണ്. കോയി അപ്നാനെ ഹീറോസെ മഹ്ശർ, മഹ്ശറിന്റെ ആ ബീഭത്സമായ രംഗത്ത് ഹേ യഹാ നഫ്സോ നഫ്സി കാ ആലം, എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുന്ന ഘട്ടമായിരിക്കും. അള്ളാഹുവിന്റെ റസൂലേ, ഹം ഗുനാഹഗാർ ഹേ യാ മുഹമ്മദ്, അപ്നി കമലി മേ ഹംകോ ചൂപാലോ. അങ്ങയുടെ കാരുണ്യത്തിന്റെ ആ പുതപ്പിലേക്ക് ഈ പാപികളായ ഞങ്ങളെയും നീ കൊണ്ടുപോകണേ എന്ന അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ആ അഭ്യർത്ഥന കൂടെ ഈ സദസ്സിന്റെ മുമ്പിൽ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മദീന പാഷൻ നഗരിയിലേക്ക് വരുന്നവർ ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടാണ് കയറേണ്ടത്. നമ്മൾ ഓരോരുത്തരും ആ ഫാത്തിഹ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾ ചെയ്യണം എന്ന് കൂടെ ഉണർത്തി നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ